പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഇന്ന് ഉയിർപ്പ് തിരുനാളാണ്. ലോകമാകെയുള്ള ക്രൈസ്തവ വിശ്വാസികൾ യേശുദേവന്റെ പുനരുത്ഥാനത്തിന്റെ ഓർമ്മ പുതുക്കുകയാണ്. തിന്മയിലൂടെയും വഞ്ചനയിലൂടെയുമുള്ള ജയം താൽക്കാലികമാണെന്ന മഹത്തരമായ സന്ദേശമാണ് ഉയിർപ്പ് തിരുനാൾ നൽകുന്നത്. സത്യത്തിനായിരിക്കും എന്നും ആത്യന്തിക വിജയമെന്ന് ലോകം തിരിച്ചറിയുന്ന ദിവസം. സത്യം സത്യമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഈ ദിനത്തിൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രത്യാശയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഈസ്റ്റർ ആശംസകൾ. ഈ ദിവസം നമുക്ക് വാർത്തകൾ പലതാണ്. എല്ലായിടത്തും ഇന്നലെ വൈകിട്ട് ആരംഭിച്ച ഈസ്റ്റർ ആഘോഷങ്ങളും ഈസ്റ്റർ ശുശ്രൂഷകളും ഒക്കെ നടക്കുകയാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനകളും ചടങ്ങുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളുണ്ട്. പക്ഷേ ആ ദിവസവും നമ്മളെ വിഷമിപ്പിക്കുന്ന തരം വാർത്തകളൊക്കെ നമ്മുടെ സ്ക്രീനിലൂടെ മാറി മറിയുന്നത് പ്രേക്ഷകർ കാണുന്നുണ്ടാവും. നമുക്ക് ആ വാർത്തകളിലേക്കൊക്കെ പോകും മുമ്പ് ആദ്യം നാട്ടിലെന്തുണ്ട്, പ്രാദേശിക വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈസ്റ്ററൊക്കെ അല്ലേ, നമുക്ക് ആദ്യം ബൈബിളൊക്കെയായി ബന്ധപ്പെട്ട ഒരു വാർത്തയിൽ നിന്ന് തുടങ്ങാം. പഴയ ബൈബിളൊക്കെ, പഴയ മതഗ്രന്ഥങ്ങൾ ഏതായാലും അത് പുതിയതാക്കി കൊടുക്കുന്ന ഒരാളെയാണ് ആദ്യം ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ സ്വദേശി ജോർജാണ് 30 വർഷമായി ഇതേ ജോലി ചെയ്യുന്നത്. കൊട്ടാരക്കരയിൽ സ്വന്തമായി നടത്തുന്ന കല്ലൂർ പ്രിന്റേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് പഴയ മതഗ്രന്ഥങ്ങൾ ഇങ്ങനെ പുതുക്കി നൽകുന്നത്. എസ് വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വേദപുസ്തകങ്ങളുടെ പേപ്പറുകൾ ഇളകിയാലോ, ബൈൻഡുകൾ നശിച്ചാലോ, ഇടയ്ക്കുള്ള അധ്യായങ്ങൾ ഇളകി മാറിയാലോ ഇനി ആരും വിഷമിക്കേണ്ട. കൃത്യമായി ഓർഡറായിട്ട് ചെയ്തു നൽകുന്ന ഒരാളുണ്ട് കൊല്ലം കൊട്ടാരക്കരയിൽ. അദ്ദേഹം ഇവിടെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. കല്ലൂർ പ്രിന്റേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. 30 വർഷമായിട്ട് അദ്ദേഹം ഈ ഒരു മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരാളാണ്. നമ്മളോടൊപ്പം ചേരുകയാണ്. അതുപോലെ കൊണ്ടുവരുന്ന പഴയ ബൈബിളുകളൊക്കെ ഭംഗിയായി ചെയ്തു കൊടുക്കും. അതിൻ്റെ അരുവൊക്കെ നോത്തതും കീറിയതും ഒക്കെ ഒട്ടിച്ച് ഇതേപോലെ ബൈബിളാക്കി കൊടുക്കും. ഇതേപോലെ പുതിയ ബൈബിളാക്കി. ശരിക്കും ഇത് എത്ര ദിവസം വേണ്ടി വരും നമ്മുടെ ഈ ഒരു പണി? ഒരു ദിവസമൊക്കെ ചിലപ്പോൾ ഒരു ബൈബിൾ ഒരു ദിവസം 1.5 ദിവസമൊക്കെ വേണ്ടി വരും. പല ബൈബിളുകളും പല അളവിലാണല്ലോ അല്ലേ? അപ്പോൾ ആ അളവൊക്കെ എങ്ങനെയാണ് കറക്റ്റ്? അളവൊക്കെ അത് ആ അളവിനനുസരിച്ചുള്ള കവറിടും. അല്ല, പേപ്പറുകൾ അതേപോലെ അളവിനനുസരിച്ചുള്ള പേപ്പറല്ലേ, അതെടുത്ത് എല്ലാം നൂത്ത് ശരിയാക്കി ഇതിവിടെ കട്ടിങ് ഉണ്ട്. കട്ടിങ് കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി ഇതേപോലെ മനോഹരമാക്കി ചെയ്ത് ഇതുപോലെ കീറിയ പുസ്തകങ്ങളാണ് കൊണ്ടുവരുന്നത്. മൊത്തം ഇതുപോലുള്ള പുസ്തകങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതേപോലുള്ള പുസ്തകങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ഇത് ചെയ്യാൻ കൊണ്ടുവന്ന പുസ്തകമാണ്. ഇതെല്ലാം ഇളവിയിരിക്കുക. ഇതെല്ലാം ഒട്ടിക്കും. ഇതിൻ്റെ സൈഡെല്ലാം ഇളക്കി വേണം കട്ട് ചെയ്യാൻ. അത് വൃത്തിയായിട്ട് ഇങ്ങനെ എടുത്ത് നല്ലോണം വെച്ച് ഒട്ടിച്ച് തേച്ച് അതിൻ്റെ ചുളുക്കൊക്കെ മാറ്റി വേറെ ഇതുപോലുള്ള പുസ്തകം കൊണ്ടുവരുവാണെങ്കിൽ അതിൽ നിന്ന് ഇളക്കി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കും. ഈ പേപ്പർ തന്നെ വൃത്തിയാക്കി ചെയ്തു കൊടുക്കും. ഇത് തന്നെ, ഈ പുസ്തകം തന്നെ വൃത്തിയാക്കി ചെയ്തു കൊടുക്കും. അതാ പരിപാടി. ഇതുപോലെ കൊണ്ടുവരുന്ന പുസ്തകം ഇതേപോലെ ആക്കി വൃത്തിയാക്കി ചെയ്തു കൊടുക്കും. നമ്മുടെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ടോ? ആളുകൾ ഒരുപാട് പേര് വടക്കേ ഇന്ത്യയിൽ നിന്നുമൊക്കെ അയച്ചു തരും. പോസ്റ്റ് ഓഫീസ് വഴി അയച്ചുകൂടെ തരുമ്പോൾ നമ്മൾ അത് ചെയ്ത് തിരിച്ച് ആ പോസ്റ്റ് ഓഫീസിൽ തന്നെ അയച്ചു കൊടുക്കും. മലയാളം മാത്രമല്ല, ഏത് ഭാഷയിലുള്ളതും ചെയ്യാൻ പറ്റും. ഏത് ഭാഷയിലും ചെയ്തോളാം. ഏത് പുസ്തകം ചെയ്യാം. ബൈബിളും എല്ലാം മറ്റ് കീറിയ ഗ്രന്ഥങ്ങളും എല്ലാം ചെയ്യും. എല്ലാ മതത്തിലുമുള്ള ഒറ്റയ്ക്കാണോ? നേരത്തെ ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം ഒറ്റയ്ക്കാണ്. ഇതാർക്ക് വേണമെങ്കിലും വില കുറച്ച് 500 രൂപയ്ക്കുള്ള പുസ്തകം. പഴയത് പുതുതാക്കിയതാണോ അതോ? അല്ലല്ല, പുതിയ പുസ്തകങ്ങൾ, ബൈബിൾ സൊസൈറ്റിയുടെ പുതിയ പുസ്തങ്ങൾ വില കുറച്ച് വിൽപ്പനയ്ക്ക് എടുത്തുകൊണ്ട് വെച്ചേക്കുക. ഇതെല്ലാം അതേപോലെ കൊടുക്കുക. ചർച്ചിലെ കംപ്ലൈൻ്റ് ഉള്ള ട്രമ്മുകൾ വന്ന് മാറിക്കൊടുക്കും. അതിൻ്റെ പീസുകളാണ് ഇതൊക്കെ. ഇതൊക്കെ അതിൻ്റെ പീസുകൾ 13 പിന്നെ തിരുവത്താഴം കൊടുക്കുന്ന പാത്രം, അതിൻ്റെ ക്ലാസ്സുകൾ, അത് 35 പാത്രങ്ങൾ, ചെറിയ ട്രമ്മ്, വലിയ ട്രമ്മ്, പിന്നെ
സഹോദരിമാർക്കുള്ള ഷാളുകൾ, പിന്നെ കവർ, ബൈബിളിൻ്റെ കവറുകൾ, അത് കഴിഞ്ഞ് തിരുവത്താഴ മേശയ്ക്ക് ഇടുന്നതാണ്ട് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. പിന്നെ എഴുത്ത് വേണ്ടാത്തവർക്ക് ഇടാനുള്ളതുണ്ട്. പിന്നെ പിള്ളേരുടെയൊക്കെ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാനുള്ളതുണ്ട്. നല്ല ഇങ്ങനെ എല്ലാവിധ ബോർഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ജോർജ് ചേട്ടൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത്. നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. പക്ഷേ 30 വർഷമായിട്ട് പുതിയ വേദപുസ്തകങ്ങളാക്കി ചെയ്ത് കൊടുക്കപ്പെടുന്ന ഒരു ജോലി തന്നെയാണ് ഇന്നും ചെയ്തു പോകുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. പലപ്പോഴും ആളുകൾക്ക് ഈ ബൈബിൾ അല്ലെങ്കിൽ വേദപുസ്തകത്തോടൊക്കെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അവരുടെ ഒരുപക്ഷെ അവരുടെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ കൈമാറി വരുന്ന അല്ലെങ്കിൽ പാരമ്പര്യമായി കൈമാറി വരുന്ന പുസ്തകങ്ങളൊക്കെ ആവും. അപ്പോൾ അത് മാറ്റി വേറൊരു പുസ്തകം, വേറൊരു ബൈബിൾ എടുക്കാൻ പോലും മടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇവരുടെ സേവനം ലഭ്യമാക്കാവുന്നതേ ഉള്ളൂ. ഇനിയും ഈസ്റ്റർ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. ഈ ഈസ്റ്റർ, വിഷു എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ പ്രകൃതിയിലും കുറേ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വിഷു എത്തുമ്പോൾ കണിക്കൊന്നയാണെങ്കിൽ ഈസ്റ്റർ എത്തുമ്പോൾ പൂക്കുന്ന ചില ലില്ലികളുണ്ട്. ഇടുക്കിയുടെ ഹൈറേഞ്ചിൽ അങ്ങനെ ഈസ്റ്റർ ലില്ലി പൂവിട്ട കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഹൈറേഞ്ചിന്റെ എല്ലാ മേഖലകളിലും ഈസ്റ്റർ ലില്ലികൾ ഇപ്പോൾ ഒരു വസന്തം തന്നെ തീർക്കുന്നുണ്ട്. ഇടുക്കിയുടെ മലയോരങ്ങളിൽ വസന്തം തീർക്കുകയാണ് ലില്ലികൾ. വിവിധ നിറങ്ങളിലുള്ള പൂക്കളാണ് ഹൈറേഞ്ചിലുള്ളത്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ലില്ലികൾ പൂവിടുക. വേനൽ മഴയ്ക്ക് ശേഷം ഈസ്റ്റർ ലില്ലി എന്നാണ് വിളിക്കാറ്. ഇക്കുറി ധാരാളമായി പൂവിട്ടിട്ടുണ്ട്. ലില്ലിപ്പൂക്കൾ സഞ്ചാരികൾക്കും കൗതുക കാഴ്ചയാണ്. ബാർബഡോസ് ലില്ലി എന്ന അമേരിക്കൻ സസ്യമാണ് കേരളത്തിൽ ഈസ്റ്റർ ലില്ലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദക്ഷിണ അമേരിക്കയിലെ ചില ഉഷ്ണമേഖല പ്രദേശങ്ങളാണ് സ്വദേശമെങ്കിലും കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയിലും ഈ ചെടികൾ സമൃദ്ധമായി വളരുന്നു. ഏറെ ഭംഗിയുള്ള പൂക്കൾ സമ്മാനിക്കുന്ന ഈസ്റ്റർ ലില്ലി വീടുകളിൽ അലങ്കാര ചെടിയായി നട്ടു വളർത്തുന്നവരും ഏറെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചതുപ്പ് സ്ഥലങ്ങളിലും പുഴയോരത്തും കണ്ടുവരുന്ന ഈസ്റ്റർ ലില്ലി തേയില വ്യവസായത്തിനായി ബ്രിട്ടീഷുകാരാണ് മൂന്നാറിലെത്തിച്ചതെന്ന് പറയപ്പെടുന്നു. വെള്ളയും പിങ്കും ഓറഞ്ചും നിറങ്ങളിലുള്ള പൂക്കളാണ് ഹൈറേഞ്ചിലെ വിവിധയിടങ്ങളിൽ വിരിഞ്ഞിട്ടുള്ളത്. ന്യൂസ് 18 മൂന്നാർ. പ്രത്യാശയുടെ സന്ദേശമാണ് ഓരോ ഈസ്റ്ററും നമുക്കൊക്കെ നൽകുന്നത്. വിവിധ ദേവാലയങ്ങളിൽ ഉയിർപ്പ് ശുശ്രൂഷകൾ നടന്നു. നമുക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈസ്റ്റർ ദൃശ്യങ്ങളിലേക്ക്, ഈസ്റ്റർ ശുശ്രൂഷ ദൃശ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ലോകത്തിന് ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് പ്രത്യാശയാണെന്ന്, പ്രതിസന്ധികളെ പ്രതീക്ഷയോടെ കാണാൻ കഴിയണമെന്നും തിരുവനന്തപുരം അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ പറഞ്ഞു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹത്തെ കുറിച്ച് വിശുദ്ധ ബൈബിളിൽ ഉത്തമ ഗീതത്തിൽ മണവാളനും മണവാട്ടിയുടെയും ചെവികളിൽ മന്ത്രിക്കുന്ന വചനം ഇപ്രകാരമാണ്: പ്രേമം അഥവാ സ്നേഹം മരണത്തെ പോലെ ശക്തമാണ്. ജലസഞ്ചയങ്ങൾക്ക് പ്രേമാഗ്നിയെ സ്നേഹാഗ്നിയെ കെടുത്താനാവില്ല. പ്രവാഹങ്ങൾക്ക് അതിനെ ആഴ്ത്താൻ കഴിയുകയില്ല. ഈ രാത്രിയിൽ നമ്മൾ സ്നേഹം മരണത്തെ പോലെ ശക്തമാണ് എന്ന വചനത്തെ, ദൈവത്തിന്റെ സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന രാത്രിയാണ്.
കർത്താവിൻ്റെ പുനരുദ്ധാന മഹോത്സവമാണ് ഈ രാത്രിയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും ഉയർപ്പിൻ്റെ ഈശ്വരൻ്റെ എല്ലാ പ്രാർത്ഥനാ ആശംസകളും സമാധാനവും പ്രത്യാശയും ഞാൻ ആശംസിക്കുകയാണ്. സ്നേഹ ബഹുമാനമുള്ളവരെ, ഇന്ന് നാം വായിച്ചു തിരുവാങ്കുളം സെയിന്റ് ജോർജ് കത്തീഡ്രലിൽ നടന്ന ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പ് തിരുക്കർമ്മങ്ങൾക്ക് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നേതൃത്വം നൽകി. സഹോദര വൈദികരെ, വാത്സല്യമുള്ള സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിലെ ഞങ്ങളോട് സഹകരിക്കാൻ, ഇത് ലോകത്തെ മുഴുവൻ അറിയിക്കാൻ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മൂലക്കൽ നമ്മുടെ കർത്താവിന്റെ ഉത്ഥാനമാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ വചനത്തില് ഇങ്ങനെ പറയുന്നത്, അവൻ ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചത് മുഴുവൻ വ്യർത്ഥവും ശൂന്യവുമാണ്. ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയും ഈസ്റ്റർ സന്ദേശം നൽകി. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ മഹത്തരമായ ഉയർത്തെഴുന്നേൽപ്പ് നാം ആഘോഷിക്കുകയാണ്. കർത്താവിനെ അന്വേഷിച്ചെത്തിയ സ്ത്രീകളോട് പറയുന്നത്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഈ പ്രത്യാശയാണ് ക്രിസ്തീയ ജീവിതത്തെ വഴി നടത്തുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ ആ പ്രത്യാശയിൽ നമ്മൾ വളരുകയാണ്. ഇന്ന് പ്രത്യാശ നഷ്ടപ്പെട്ട ഒരു ലോകത്തിന് മുഴുവനും പ്രത്യാശ നൽകുന്നത് യേശുക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ മഹത്തരമായ ജീവിതത്തോട് അനുരൂപപ്പെട്ട് ജീവിക്കുവാനും ആ ജീവിതത്തിലേക്ക് ചെന്നെത്തുവാനുള്ളതായ പ്രത്യാശയും അവർ വഴി നടത്തുന്നു. സ്വർഗീയമായ യാത്രയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്കുള്ള നമ്മുടെ പ്രയാണം ഈ തികഞ്ഞ പ്രത്യാശയിൽ വളരുന്നതായ സമയത്ത് ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിൽ അനുദിനം അനുഭവേദ്യമായി തീരുന്നു. ആ പ്രത്യാശ ജീവിക്കുവാൻ ഇന്നത്തെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി സന്തോഷവും സമാധാനവും ഉള്ള പ്രത്യാശ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോകാം. ഞാൻ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് അരുളി ചെയ്തവനായ കർത്താവ് നിങ്ങൾക്ക് ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ ആ സമാധാനം നമ്മോടുകൂടെ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ മംഗളകരമായ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഈ ഈസ്റ്റർ ദിനത്തിൽ എല്ലാവർക്കും നിരാശയ്ക്കപ്പുറമായിട്ടുള്ള, നിരാശയുടെ രാത്രി എത്ര വൈകിയാലും ആവർത്തിച്ച് പറയട്ടെ, പ്രത്യാശയുടെ പുലരി നിങ്ങൾക്കെല്ലാവർക്കുമായി കാത്തിരിപ്പുണ്ട് എന്നുള്ളതായ പ്രതീക്ഷ നൽകുന്ന സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും എല്ലാ ആശംസകളും എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടി നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന ശുശ്രൂഷകളിൽ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന പ്രത്യാശ വേണമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു.
Peace be with you. Go to the whole world and preach the good news that I am alive. Your mission begins in this world and fulfill in the next. I am with you until the end of the world. പ്രിയപ്പെട്ടവരെ, ഈസ്റ്റർ എപ്പോഴും ഒരു പ്രതീക്ഷയാണ്. അത് രാത്രി എത്ര ഇരുണ്ട രാത്രിയായാലും അത് കഴിഞ്ഞ് ഒരു പ്രഭാതമുണ്ട്, പ്രത്യാശയുടെ പ്രഭാതമുണ്ട് എന്ന് നമ്മളെ ഓരോരുത്തരെയും ഈ പ്രതിസന്ധികളൊക്കെയുള്ള കാലഘട്ടത്തിൽ എപ്പോഴും നമുക്ക് പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുപോലെ ആ പ്രതീക്ഷയിൽ പ്രത്യാശയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ കാത്തൊരു വെളിച്ചമുണ്ട് എന്ന പ്രത്യാശയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. വലിയ പാഠങ്ങൾ പകർന്നു നൽകുന്ന ഒരു കുട്ടി കർഷകനെ പരിചയപ്പെടുത്താം. 13-ാം വയസ്സിൽ 10 പശുക്കളെയാണ് മലപ്പുറം വൈലത്തൂരിലെ ബിൻഷാദ് വളർത്തുന്നത്. പശുക്കളെ മേയ്ക്കുന്നതും പശുക്കളെ കറക്കുന്നതും ഇതൊക്കെ ഈ 13-കാരനായ ബിൻഷാദ് തന്നെയാണ് ചെയ്യുന്നത്. ബിൻഷാദിന് കൃഷി ലഹരിയാണ്. വല്യുപ്പയുടെയും ഉപ്പയുടെയും ജീവിതചര്യ കണ്ട് പശു വളർത്തലിനോട് ഇഷ്ടം തുടങ്ങിയതാണ്. 7-ാം വയസ്സിൽ പശുക്കളെ വളർത്താൻ ഒപ്പം കൂടി. രാവിലെ തൊഴുത്തിൽ നിന്നിറക്കി വെള്ളം കൊടുക്കുന്നതും പുറത്ത് മേയാൻ കൊണ്ടുകെട്ടുന്നതുമെല്ലാം ബിൻഷാദാണ്. വൈകിട്ട് പശുക്കളെ കറന്ന് തൊഴുത്തിലാക്കിയ ശേഷമാണ് ഉറക്കം. സങ്കര ഇനത്തിലുള്ള 10 പശുക്കളെ പരിപാലിച്ചും തീറ്റ നൽകിയും മികച്ച ഒരു ക്ഷീരകർഷകനായിരിക്കുകയാണ് ഈ കുഞ്ഞുപ്രായത്തിൽ തന്നെ ബിൻഷാദ്. പശുക്കളുടെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് ഈ 13-കാരന്. ഞാൻ KHMHS വാളക്കുള സ്കൂളിലാണ് പഠിക്കേണ്ടത്. 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. കുഴപ്പമില്ലാതെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ക്ലാസ്സിൽ 2ാം സ്ഥാനമാണ് എനിക്ക്. അതുപോലെ ഇതൊക്കെ കൊണ്ടുനടക്കാനും എല്ലാം കൂടി പറ്റുന്നുണ്ട് എനിക്ക്. അല്ല കുഴപ്പമൊന്നും ഞമ്മല്ല. 285 വീടുകളിൽ ബിൻഷാദ് പാൽ കൊടുക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും കണക്ക് ഫോണിലെ ഒരു ആപ്പിൽ സൂക്ഷിക്കും. ഈ ആപ്പിന്റെ പ്രവർത്തനം യൂട്യൂബ് നോക്കി പഠിച്ചതാണ്. കൃഷി മാത്രമല്ല, അതിനൊപ്പം പഠിക്കാനും കളിക്കാനുമൊക്കെ ബിൻഷാദ് സമയം കണ്ടെത്തുന്നുണ്ട്. നിറയെ പശുക്കളുള്ള ഒരു വലിയ ഫാമും കൃഷിയുമൊക്കെയാണ് ബിൻഷാദിന്റെ സ്വപ്നങ്ങൾ. വാളക്കുളം KHMHSS 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ബിൻഷാദ്. ന്യൂസ് 18 തിരൂർ. പഠിക്കാനൊന്നും അത്ര മോശമല്ല. ക്ലാസ്സിൽ 2ാം സ്ഥാനമാണ് ബിൻഷാദിന്. ഇപ്പോൾ ബിൻഷാദിന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ വലിയ ഫാമും കുറേ പശുക്കളും ഒക്കെയുള്ള ഒരു വലിയ ഫാം സ്വന്തമായിട്ടുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളാണ് പലപ്പോഴും നമുക്കൊക്കെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നതല്ലേ. ഇനി നമ്മൾ മറ്റു ചില വാർത്തകളിലേക്ക് പോവുകയാണ്. ഇടുക്കി വെൺമണി പാലപ്പാവ് കോളനി റോഡിൽ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുന്നു. റോഡ് തകർന്ന് വർഷങ്ങളായിട്ടും നന്നാക്കാൻ നടപടിയൊന്നുമില്ലാത്തതിനാൽ ഇവിടെ പ്രതിഷേധം ശക്തമാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് പാലപ്ലാവ് കോളനി. 100ഓളം പട്ടികവർഗ കുടുംബങ്ങളാണ് ഇവിടുത്തെ താമസക്കാർ. അംബേദ്കർ കോളനി എന്നറിയപ്പെടുന്ന ഇവിടേക്ക് നല്ല റോഡില്ലാതായിട്ട് വർഷങ്ങളായി. തകർന്ന് തരിപ്പണമായ റോഡിലൂടെ യാത്ര ചെയ്യാനാകില്ല. ജനപ്രതിനിധികളെയും അധികൃതരെയും നാട്ടുകാർ പലവട്ടം വിവരം ധരിപ്പിച്ചു. നടപടി മാത്രമുണ്ടായില്ല. വെൺമണി പാലപ്ലാവ് റോഡാണ്. ഇത് പൊട്ടിപ്പൊളിച്ച് കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. നമുക്ക് നമ്മളിതിന് പരാതിയും അപേക്ഷ എല്ലാം കൊടുത്തു. പക്ഷേ ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല. നമ്മുടെ ഈ വാർഡിൽ മെമ്പറിനോടൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അവർ ഒരു നിഷേധ മനോഭാവമാണ് കാണിക്കുന്നത്. നമുക്ക് മഴക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേനൽക്കാലത്ത് ഒരുവിധമൊക്കെ വാഹനങ്ങൾ വരുമെങ്കിലും മഴക്കാലമായാൽ സ്ഥിതി മാറും. റോഡാകെ ചെളി മൂടും. കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെ വാഹനങ്ങൾ സർവീസ് നടത്തില്ല. കോളനിയിലെ വയോധികരടക്കം വലിയ പ്രയാസത്തിലാകും. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയാകും. റോഡിന്റെ കാര്യത്തിൽ അടിയന്തര തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കൊളുക്കുമല സഞ്ചാരികളുടെയൊക്കെ പ്രിയപ്പെട്ട കേന്ദ്രമാണ്. അവിടേക്ക് ജീപ്പാണ് എപ്പോഴും സർവീസ് നടത്തുന്നത്. അവിടെ സർവീസ് നടത്തുന്ന ചില ജീപ്പ് ഡ്രൈവർമാരെ മോട്ടോർ വാഹന വകുപ്പ് വിലക്കുന്നതായി പരാതി. 1.5 മാസത്തോളമായി ഇവരുടെ വാഹനങ്ങൾ അവിടേക്ക് ഓടാൻ അനുവദിക്കുന്നില്ലെന്നാണ് ഇവരുടെ ആരോപണം. രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നും ഈ ഡ്രൈവർമാർ ആരോപിക്കുന്നു.
200-ലധികം ജീപ്പുകളാണ് ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി പോകുന്നത്. ഇതിൽ 6 വാഹനങ്ങൾക്കാണ് RTO വിലക്കേർപ്പെടുത്തിയത്. വാഹനത്തിന്റെ ഉടമ നിലവിൽ തമിഴ്നാട്ടിലാണെന്ന കാരണം പറഞ്ഞായിരുന്നു ആദ്യ വിലക്ക്. എന്നാൽ പിന്നീട് ഇത് പരിഹരിച്ചു. പഞ്ചായത്തിൽ നിന്നുള്ള അനുമതി ലഭിച്ചെങ്കിലും വാഹനമോടാൻ RTO അനുവദിക്കുന്നില്ല. 45 ദിവസമായി ഇവരുടെ വാഹനങ്ങൾ സർവീസ് നടത്തിയിട്ട്. സീസൺ സമയത്ത് ഓടാനാകാതെ വന്നതോടെ വലിയ ദുരിതത്തിലാണ് ഇവരുടെ ജീവിതം. അച്ഛൻ്റെ പേരിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ പേരിലുണ്ടായപ്പോൾ അപ്പം മാറ്റാൻ പറഞ്ഞു, ആധാർ കാർഡ് മാറ്റാൻ പറഞ്ഞു. ഇപ്പം ബുക്ക് പേപ്പർ എൻ്റെ പേരിലാക്കി. എൻ്റെ പേരിലാക്കിയിട്ട് നമ്മൾ RD ഓഫീസ് ചെല്ലുമ്പോൾ അവർ പുറക്കണിക്കുക, വേണ്ട മാറ്റി നിർത്തുക. അത് പാർട്ടി രീതിയായിട്ടാണ് അവർ ചെയ്യുന്നത്. വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഇടപെടുകയും പ്രസിഡന്റ് RTOയെ നേരിട്ട് വിളിക്കുകയും ചെയ്തു. എന്നാൽ രാഷ്ട്രീയ കാര്യങ്ങളാണ് മാറ്റി നിർത്തലിന് പിന്നിലെന്ന് RTO മറുപടി നൽകിയതായാണ് ആരോപണം. വർഷങ്ങളായി ജീപ്പ് ഓടിച്ച് വരുമാനം കണ്ടെത്തുന്ന ഡ്രൈവർമാർ വലിയ ബുദ്ധിമുട്ടിലാണ്. സംഭവത്തിൽ RTOയ്ക്കെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് BJP. ഇപ്പൊ നമുക്ക് ഇത് നടപടി വീണ്ടും ഇവരുടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ വീണ്ടും നമുക്ക് സമരം ചെയ്യും. പക്ഷേ ഒരു വണ്ടിയും ഓടിക്കാത്ത രീതിക്ക് നമ്മൾ സമരം ചെയ്തിട്ട് ഇത് തീരുമാനം ഉണ്ടാക്കുള്ളൂ. സാറുടെ രീതിക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ രീതിക്ക് പോകും. BJP കാരനെന്നും പറഞ്ഞ് ഞങ്ങളെ പിള്ളേരെ ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ തോട്ടത്തൊഴിലെടുത്ത് ഏലക്കാട്ടിലും തേയിലക്കാട്ടിലും പണിത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു അച്ഛനമ്മനും മക്കളും ഉണ്ടാക്കിയ പൈസ കൊണ്ട് ഇവർ വണ്ടി വാങ്ങിച്ചിട്ട് 45 ദിവസം ഓടിയില്ലെന്ന് പറഞ്ഞ് അവരുടെ ജീവിതം കൊണ്ട് നോക്കണം. നിയമം പാലിച്ച് പ്രവർത്തിച്ചിട്ടും ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് ഡ്രൈവർമാരുടെ പരാതി. ന്യൂസ് 18 ഇടുക്കി. മദ്യപന്മാരുടെ താവളമായതോടെ സഞ്ചാരികൾ കൈവിട്ടിരിക്കുകയാണ് ഇടുക്കിയിലെ പൊന്മുടി എക്കോ പോയിന്റ്. മുൻപ് നിരവധി സഞ്ചാരികൾ എത്തിയിരുന്ന പ്രദേശത്ത് ഇപ്പോൾ അങ്ങനെ കാര്യമായ ആളുകളൊന്നും വരാറില്ല. പൊന്മുടി ജലാശയത്തിലെ ബോട്ടിംഗ് ആദ്യം ആരംഭിച്ചത് എക്കോ പോയിന്റിൽ നിന്നായിരുന്നു. പിന്നീട് പൊന്മുടി ഡാം ടൂറിസം പദ്ധതി വന്നതോടെ എക്കോ പോയിന്റ് സംരക്ഷണമില്ലാതെ അനാഥമായി. മനോഹരമായ പ്രദേശം ഇന്ന് മാലിന്യങ്ങൾ കൊണ്ടും മദ്യക്കുപ്പികൾ കൊണ്ടും നിറഞ്ഞു. സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപ സംഘങ്ങളുടെയും താവളമാണ് ഇന്നിവിടം. എക്കോ പോയിന്റിലെ ടൂറിസം വികസനം കുറഞ്ഞതോടുകൂടി ഈ നാട്ടിലെ ടൂറിസത്തിന്റെ വികസനം കൂടിയാണ് കണ്ണടയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ ബന്ധപ്പെട്ട ആളുകൾ എക്കോ പോയിന്റിലെ ടൂറിസം നിലനിർത്തുന്നതിനും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഒരു പൊതുപ്രവർത്തനങ്ങളിൽ എനിക്ക് പറയാനുള്ളത്. പൊന്മുടി എക്കോ പോയിന്റ് ടൂറിസം പദ്ധതി നിലച്ചതോടെ മങ്ങലേറ്റത് പ്രാദേശിക ടൂറിസം വികസന സ്വപ്നങ്ങൾ കൂടിയാണ്. ആളൊഴിഞ്ഞ ടൂറിസം മേഖലയുടെ പുനരുദ്ധാരണത്തിന് പദ്ധതി ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.